നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് തുർക്കിയെയും പോർച്ചുഗലും തമ്മിലാണ് കളി. രാത്രി 9:30 പോരാട്ടം. കഴിഞ്ഞ കളിയിൽ തുർക്കിയയ്ക്ക് വേണ്ടി കിടിലൻ ഗോൾ അടിച്ചിരുന്നു റയൽ മാഡ്രിഡിന്റെ യുവ സൂപ്പർ താരം ആർദ ഗ്യൂളർ. അതോടുകൂടി യൂറോ കപ്പിൽ ഡെബ്യൂവിൽ ഗോൾ അടിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ റെക്കോർഡ് അദ്ദേഹം തിരുത്തി എഴുതി, അദ്ദേഹത്തിൻ്റെ പേരിലേക്കാക്കി. ഇപ്പോൾ ആർദ ഗ്യൂളർക്കെതിരെ കളിക്കാനിറങ്ങുമ്പോൾ അതൊരു എക്സ്ട്രാ മോട്ടിവേഷൻ ആണോ എന്നൊരു ചോദ്യം വരുന്നു കോച്ചിനോട്, പോർച്ചുഗലിൻ്റെ കോച്ചിനോട്. അത് എന്തർത്ഥത്തിലുള്ള ചോദ്യമാണ് എന്നുള്ളതാണ് സംശയം. ഏതായാലും ആർദ ഗ്യൂളർ, ആ ചോദ്യം ഇതാണ്. ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ആർദ ഗ്യൂളർ ഇപ്പോൾ യങ്ങസ്റ്റ് സ്കോറർ ആയിട്ടുണ്ട്, അതായത് ഡെബ്യൂവിലുള്ള യങ്ങസ്റ്റ് സ്കോറർ ആയിട്ടുണ്ട്. ക്രിസ്ത്യാനോയുടെ റെക്കോർഡ് അദ്ദേഹം സ്വന്തമാക്കിയിരിക്കുന്നു. ഇതൊരു അഡീഷണൽ മോട്ടിവേഷൻ നൽകുന്നുണ്ടോ എന്നാണ് ചോദ്യം. മറുപടി ഇങ്ങനെയാണ്: ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഇത്തരത്തിലുള്ള മൊമെൻറ്റുകൾ സെലിബ്രേറ്റ് ചെയ്യും, ആസ്വദിക്കും. നമുക്കറിയാമല്ലോ, ആർദ ഗ്യൂളർ ഒരു എക്സെപ്ഷണൽ ടാലൻ്റാണ്. അദ്ദേഹത്തിനൊരു ഫിനോമിനൽ ലെഫ്റ്റ് ഫുട്ടുണ്ട്. തുർക്കിയക്ക് ഒരു പിടി മികച്ച താരങ്ങളുടെ എഫിഷ്യൻ്റ് ടീമാണ് അവർ. അവർക്ക് നമ്മൾ സ്പേസ് കൊടുത്ത് അവർ പണി തന്നിട്ട് പോകും. മാത്രമല്ല, അവർ പുതുമുഖ താരങ്ങൾക്ക് അവസരങ്ങൾ കൊടുക്കുന്നുമുണ്ട്. ഏതായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പോർച്ചുഗീസ് ഫാൻസിന് വേണ്ടി ഈ മത്സരം വിജയിക്കുക എന്നുള്ളതാണ് പ്രധാനം. അതിനാണ് ലക്ഷ്യം വെക്കുന്നത് എന്ന് പോർച്ചുഗലിൻ്റെ കോച്ച് റോബർട്ടോ മാർട്ടിനസ് പറയുന്നു. പക്ഷേ ചോദ്യം ഇന്ന് ആർദ ഗ്യൂളർ കളിക്കുമോ എന്നുള്ളതാണ്. ഗ്യൂളർ 100% ഫിറ്റ് അല്ല എന്ന് വിൻസെൻസോ മോണ്ടെല്ല ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പറയുകയുണ്ട്. അദ്ദേഹം പറഞ്ഞത് ആർദ ഗ്യൂളർ ഈസ് നോട്ട് 100%, 100% ഫിറ്റ് അല്ല. സോ അദ്ദേഹം കളിക്കുമോ ഇല്ലയോ എന്നുള്ളത് കളിയുടെ തൊട്ട് മുമ്പ് മാത്രമേ ഞങ്ങൾ തീരുമാനിക്കുകയുള്ളൂ. അദ്ദേഹത്തെ കൗണ്ട് ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് എന്നാണ് തുർക്കിയുടെ കോച്ച് പറഞ്ഞത്. ഇന്നലെ ആർദ ഗ്യൂളർ പ്രാക്ടീസ് നടത്തിയിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം, നമുക്കറിയാം, ജോർജിയയ്ക്കെതിരെ ഒരു ഫാന്റാസ്റ്റിക് ഗോളൊക്കെ നേടി എല്ലാവരെയും ഞെട്ടിച്ച് അദ്ദേഹത്തിൻ്റെ ടാലൻറ്റ് ഇങ്ങനെ ബിഗ് സ്റ്റേജിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇതിൽ അദ്ദേഹം ട്രെയിനിങ് നടത്തിയിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് നല്ല ക്ഷീണമുണ്ട്, ഫാറ്റിഗ് ഉണ്ട് എന്നാണ്. കഴിഞ്ഞ മത്സരത്തിൽ നിന്ന് നല്ല ഫാറ്റിഗ് ഉണ്ട്, അതിൽ നിന്ന് അദ്ദേഹം റിക്കവേർഡ് ആയിട്ടില്ല എന്ന് ടർക്കിഷ് ഫുട്ബോൾ ഫെഡറേഷൻ FTF ഇന്നലെ പറയുകയുണ്ടായി. അവരുടെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ അവർ ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. ആർദ ഗ്യൂളർ അദ്ദേഹത്തിന് റെസ്റ്റ് കൊടുത്തിരിക്കുകയാണ്, ഫാറ്റിഗാണ് അദ്ദേഹത്തിനുള്ളത്, അതുകൊണ്ടാണ് അദ്ദേഹം ട്രെയിനിങ്ങിൽ പങ്കെടുക്കാത്തത് എന്ന്. അപ്പോൾ ഇന്ന് ഗ്യൂളർ കളിക്കുമോ എന്ന് ഉറപ്പില്ല. പക്ഷെ കളിക്കുകയാണെങ്കിൽ റയൽ മാഡ്രിഡിൽ വീരേതിഹാസം രചിച്ച ക്രിസ്ത്യാനോ റൊണാൾഡോയും റയലിൻ്റെ പുതിയ തലമുറയിലെ പുത്തൻ പ്രതീക്ഷയായ ഗ്യൂളറും നേർക്ക് നേർ വരുന്ന ഒരു സുന്ദരമായ കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞേക്കും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.